ഹായ് ഹലോ, മിഷനി ഹിയർ. ഇന്ന് നമ്മളൊരു 6 കാർഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾ ആ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് മോഹമാണോ അതോ കാമമാണോ എന്നൊരു ടോപ്പിക്കിലാണ്. കാർഡുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ്: 2 ഓഫ് പെൻഡക്കിൾ റിവേഴ്സ്, 3 വാൻസ്, സൺ, 7 പെൻഡക്കിൾസ്, 9 സോഡ്സ്, മദർ ഓഫ് കപ്പ് റിവേഴ്സ്. ഇത് 2 റിവേഴ്സ് ആണ്, 9 സോഡ്സും മദർ ഓഫ് കപ്സും. ഓക്കെ, ഈ കാർഡുകൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് തരുന്നത് മോഹമാണോ അതോ സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ, അതോ കാമമാണോ എന്ന് ചോദിച്ചാൽ, ഇത് സ്നേഹം എന്നതിലുപരി മോഹം, ആസക്തി, സാർത്ഥത എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ബന്ധമായിരിക്കാം. അവരുടെ ഒരു യഥാർത്ഥ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ മദർ ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, 2 ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ് ആണ്. ആ ഒരു വ്യക്തി വൈകാരികമായിട്ട് വളരെയധികം സ്വാർത്ഥയാണ്. ഓക്കെ, സെൽഫിഷാണ്. അവർക്ക് നിങ്ങളോട് ആഴത്തിലുള്ള സ്നേഹമില്ല. പകരം അവരുടെ വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങൾക്കും താൽക്കാലിക സുഖങ്ങൾക്കും വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. 2 ഓഫ് പെൻഡക്കിൾ പറയുമ്പോൾ അവർക്ക് ഈ ഒരു ബന്ധത്തില് സ്ഥിരതയില്ല എന്നാണ് പറയുന്നത്. അവരുടെ ജീവിതത്തിലെ മറ്റ് കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, മോഹമാണോ അതോ സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ, 2 കാർഡ് പോസിറ്റീവ് എനർജി ഉള്ളതാണെങ്കിലും ഇതിവിടെ വരുമ്പോൾ ആകർഷണത്തിനെയാണ് കാണിക്കുന്നത്. സൺ കാർഡ് ഇവിടെ കാമത്തിനെയും ശാരീരികമായിട്ടുള്ള ഒരു ആകർഷണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ളത് സ്നേഹത്തിനേക്കാൾ ഉപരിയായ ഒരു തരം ആസക്തിയാണ്. അവർ സീരിയസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അവർ പുതിയ സാഹസികതകളും താൽക്കാലികമായിട്ടുള്ള സന്തോഷങ്ങളും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 9 ഓഫ് സോഡ്സും 7 ഓഫ് പെൻഡക്കിളും വന്നിട്ടുണ്ട്. അവർ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ടാകാം. സത്യസന്ധമായിട്ട് അവൾ നിങ്ങളോടൊന്നും പറയുന്നുണ്ടാകില്ല. നിങ്ങൾ ഈ ബന്ധത്തിൽ ഒരുപാട് സമയം നിക്ഷേപിക്കുന്നുണ്ടാകാം. പക്ഷെ അതിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. കാരണം നിങ്ങൾ കാത്തിരിക്കുന്നത് വെറുതെയാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ബന്ധത്തിന് ഫ്യൂച്ചർ ഇല്ല. ഇതൊരു ഒരുപക്ഷെ എന്താ പറയുക, ഒരു കാർമിക് ഡെപ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ കാർമിക് ട്രാപ്പോ ആയി കണക്കാക്കാം. കാരണം ഇതിൽ തുടരുന്നത് നിങ്ങൾക്ക് ദോഷകരമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുള്ളൂ. ഇപ്പൊ നിങ്ങളെ ചിന്തിച്ച ആ വ്യക്തിക്ക് അവർക്ക് സത്യത്തില് എന്താണ് നിങ്ങളോടെന്ന് ചോദിച്ചാൽ, താൽക്കാലികമായിട്ടുള്ള ഒരു ആസക്തിയും ആകർഷണവുമാണ്. അവളുടെ സ്നേഹം അല്ലെങ്കിൽ അവന്റെ സ്നേഹം സത്യസന്ധമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല, സ്വാർത്ഥത കലർന്നതാണ്. അവർ സീരിയസ് ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല, വെറുതെ ഒരു സുഖത്തിന് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് പറയുന്നത്. കാമത്തിന് വേണ്ടി മാത്രമാണെന്ന് ചോദിച്ചാൽ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിരിക്കാം അവൾ മുൻഗണന നൽകുന്നത്, അല്ലെങ്കിൽ അവൻ മുൻഗണന നൽകുന്നത്. ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതെ, അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളും മറ്റു ബന്ധങ്ങളും അവർ മറക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ മറയ്ക്കുന്നതായിട്ട്. ഓക്കെ, ഇതിൽ തുടരേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു അകൽച്ച മാത്രമേ നൽകൂ എന്നാണ് പറയുന്നത്. ദോഷകരമായി മാറുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ എന്നാണ് അതിന് ആൻസർ വരുന്നത്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു പരിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടും അതെന്താ പറയുക, ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ സമയം നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ സമയം ഈ വ്യക്തിയായിട്ട് പിന്നാലെ ചേസ് ചെയ്ത് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനെ നിർത്തുക എന്നാണ് പറയുന്നത്. ഒരു നോ കോണ്ടാക്ട് റൂള് അപ്ലൈ ചെയ്യുക. നിങ്ങൾ അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ആശയവിനിമയം പടിപടിയായിട്ട് കുറയ്ക്കാനാണ് പറയുന്നത്. കാരണം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് സെൽഫ് ഫോക്കസ് ആണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ സന്തോഷം, നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് അതിലോട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ തന്നെ തിരിച്ചറിയുക എന്താണ് നിങ്ങളുടെ മാറേണ്ടത്. നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. ഇത്തരം കാര്യങ്ങൾ, സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കാരണം ഈ ഒരു ബന്ധം എന്താ പറയുക, ഒരു തൂക്കുമരത്തിന് സമാനമായിരിക്കാം, ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം,
പറ്റില്ല എന്ന് തോന്നുന്നുണ്ടാകാം. നിങ്ങൾ എത്രത്തോളം ഇതിൽ മുറുകെ പിടിക്കുന്നോ അത്രത്തോളം അവർ ശ്വാസം മുട്ടും, അതോടൊപ്പം നിങ്ങൾ ശ്വാസം മുട്ടും. അവർ സീരിയസ് അല്ല, അവരുടെ കാര്യങ്ങൾ മാത്രമാണ് അവർ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കുമ്പോൾ ഇതൊരു ബാലൻസിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ വ്യക്തത വരും. അവിടെ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കും. അതായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് നെഗറ്റീവാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പേഴ്സണൽ റീഡിങ് ഇത് ജനറൽ റീഡിംഗ് ആണ്. അത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസണേറ്റ് ആകുന്നുണ്ടാകാം. ഒരിക്കലും ഇതാണ് എന്ന് പറഞ്ഞ് ഇതിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും എടുക്കരുത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങളുടെ വ്യക്തമായ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ അടുത്ത് എന്നല്ല, എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ റെസണേറ്റ് ആവുന്നത് അവിടെ പോയി നെഗറ്റീവും പോസിറ്റീവും അറിയാവുന്ന നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്ന ഏതെങ്കിലും വ്യക്തിയുടെ അടുത്ത് പോയിട്ട് അത്തരത്തിൽ ഈ കാര്യങ്ങൾ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ തീരുമാനങ്ങൾ എന്താണോ, നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്താണോ അതിന് പ്രോപ്പറായിട്ട് നിങ്ങൾ സ്വീകരിക്കുക എന്താണ്. ഇതൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ്. പിന്നെ ബ്രേസ്ലെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അതിനും കോൺടാക്ട് ചെയ്യാം. പലതരം കാര്യങ്ങൾക്കായിട്ടുള്ളതുണ്ട്. വണ്ണം കുറയ്ക്കാൻ, വണ്ണം കൂട്ടാൻ, അതുപോലെ പ്രണയം ആകർഷിക്കാൻ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഒക്കെ ഒരു വിശ്വാസമാണ്. എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും. സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം. താല്പര്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി. അപ്പോൾ നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.